വേണ്ട പോകരുതേ നാഥ നിൽക്കേണമേ. വേണ്ട പോകരുതേ നാഥ നിൽക്കേണമേ. തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. ഓ പൂമണ്ഡപം തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. ഓ പൂമണ്ഡപം വാവ യേശുനാഥ വായൻ സ്നേഹനാഥ. വാവ യേശുനാഥ വായൻ സ്നേഹനാഥ. വായൻ ഹൃദയം നേടിടും സ്നേഹമേ നീ. ഓ സ്നേഹമേ നീ. വായൻ ഹൃദയം നേടിടും സ്നേഹമേ നീ. ഓ സ്നേഹമേ നീ. പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ലോ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വർണ്ണിപ്പാൻ അത് വാക്കുകൾ തീരത്തില്ല. പൂക്കളുടെ സൗന്ദര്യത്തിനേക്കാളും തേനിൻ്റെ മധുരത്തെക്കാളും ആമേൻ നമ്മുടെ സകല ആമേൻ നന്മയേക്കാളും ആമേൻ ആമേൻ നമ്മുടെ ആമേൻ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്ന വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ. ആമേൻ തീർത്തു കൊള്ളാം ആമേൻ നല്ലൊരു പൂമണ്ഡപം. ആമേൻ അതുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയത്തെ നേടിയ നിന്നെ സ്നേഹിപ്പാൻ ഹല്ലേലൂയ. നീ എൻ്റെ ആമേൻ നീ എന്നെ സ്നേഹിച്ച ആ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തെ എത്ര സ്തുതിക്കണം. ഹല്ലേലൂയ. എൻ്റെ അപ്പാ നിനക്ക് നന്ദിയല്ലാതെ ഒന്നുമില്ലെന്ന് പറയാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. ഹല്ലേലൂയ. എൻ്റെ എത്ര കഷ്ടത, എത്ര രോഗം, എത്ര ഭാരം, എത്ര പ്രയാസം, എത്ര ആമേൻ ബുദ്ധിമുട്ട്. ആമേൻ പൗലോസ് പറഞ്ഞതുപോലെ ആമേൻ കൂട്ടുകാരാലുള്ള ആമേൻ അതുപോലെ കാട്ടിലാപത്ത്, നാട്ടിലാപത്ത്, ആമേൻ കള്ള സഹോദരങ്ങളാലുള്ള ആപത്ത്, ആമേൻ ആമേൻ അടി, പൈതാഹം, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, ഇതൊക്കെ കൊണ്ട് കർത്താവിൻ്റെ ഭക്തൻ പൗലോസ് ബുദ്ധിമുട്ടിയപ്പോഴും കർത്താവേ നിന്നെ കഴിഞ്ഞ് നീ അല്ലാതെ ആമേൻ എനിക്ക് മറ്റൊന്നില്ല, എൻ്റെ എല്ലാമാ നീ എന്ന് പറയുവാൻ ആമേൻ ആ പൗലോസിനെ പോലെ കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്ത് ഭാരം വന്നോട്ടെ, ഈ ലോകത്ത് നമുക്ക് ഹല്ലേലൂയ എന്ത് പ്രയാസങ്ങൾ വന്നോട്ടെ, എത്ര രോഗം വന്നോട്ടെ, തകർക്കും മുടിക്കും നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞു വരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, ഇല്ലായ്മകൾ, ഉറ്റവർ വിട്ടു പിരിയുന്നത്, ഉടയവർ മാറിപ്പോകുന്നത്, വാക്ക് പറഞ്ഞവർ നമ്മളെ നിഷേധിച്ചു ആമേൻ മാറുന്നത്, ഇതൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിന് സഹിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ എൻ്റെ കർത്താവിനെ വിട്ട് മാറാതെ, കർത്താവ് നമ്മളെ വിട്ട് മാറാതിരുന്നാൽ, നമ്മൾ കർത്താവിനെ വിട്ട് മാറാതിരുന്നാൽ, നമ്മുടെ ഹൃദയത്തിൽ യേശുവപ്പൻ എപ്പോഴുമുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ നാഥൻ എപ്പോഴുമുണ്ടെങ്കിൽ, നമ്മൾ പൊന്നുനാഥനോട് കൂടെ നമ്മളുണ്ടെങ്കിൽ മറ്റൊന്നും ഈ ഉലകത്തിൽ വേണ്ട. നിത്യതയിലെത്തുവോളം ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്വർഗീയ വിളിക്ക് യോഗ്യരാണെങ്കിൽ, മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ, വാനമേഘ പ്രത്യക്ഷപ്പെടുമ്പോൾ ആമേൻ മുന്നമേ കാണുമെങ്കിൽ നീയാണ് ഭാഗ്യവാൻ. സഹോദര നിങ്ങളാണ് ഭാഗ്യവാൻ. സഹോദരി നീയാണ് ഭാഗ്യവാൻ. ദൈവത്തെക്കുറിച്ചുള്ളൊരു പ്രത്യാശ. ഏത് ദൈവത്തെ? സത്യദൈവത്തെ, ഏക സത്യ നിത്യദൈവത്തെ. എൻ്റെ ദൈവത്തിന് നിൻ്റെ ഒന്നും വേണ്ട, നിൻ്റെ ഹൃദയം മതി. നിൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ കൊടുത്താൽ, കർത്താവ് പറയുന്നു ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുക, നീ ഒന്ന് തുറന്നാൽ മതി, ഞാനകത്ത് വരും, നിന്നോടുകൂടെ അത്താഴം കഴിക്കും.
അങ്ങനെ ആര് പറയും ഒരു വിശ്വസ്ത സ്നേഹിതൻ നമുക്കുണ്ട്? നമ്മൾ വിശ്വസിച്ചവരും നമ്മളെ വിശ്വസിച്ചവരും നമ്മൾ സ്നേഹിച്ചവരുമൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വിളിക്കത്തില്ല, മിണ്ടത്തില്ല. പിന്നെ നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്, നമ്മൾ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്, ചിന്തിക്കുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ യേശു, ആ നിസ്തുല്യ സ്നേഹം, ആ ആ ആ സ്നേഹത്തിന് എത്ര വിലയിട്ടാൽ മതിയാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സ്നേഹം രുചിച്ചറിഞ്ഞവൾ. 6 മാസമായി ഞാനത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവളാണ്. ഈ രക്ഷയിലേക്ക് വന്നിട്ട് 22 വർഷമായെങ്കിലും കഷ്ടതയുടെ കയ്പ് നീരിൻ്റെ അനുഭവത്തിൽ ഞാനായിരുന്ന വേളകളാണ് ഈ ചില മാസങ്ങൾ. അവിടെയൊക്കെ എൻ്റെ പൊന്ന് തമ്പുരാനെ രുചിച്ചറിയുവാൻ എനിക്ക് എൻ്റെ കർത്താവ് ഭാഗ്യം. നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ വിട്ടുമാറുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന മറ്റുള്ളവർ, നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കില്ല നമുക്ക് വേണ്ടി താങ്ങായി തണലായി കൂടെ വരുന്നത്. യേശു ആ സ്ഥാനത്ത് അതിലും ശ്രേഷ്ഠമായവരെ, അതിലും ഉന്നതനായവരെ, അതിലും ക്വാളിറ്റി ഉള്ളവരെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. എന്തായിരിക്കണം? ഒരു പ്രത്യാശയുള്ള ദൈവ പൈതലായിരിക്കണം, ഒരു യേശുവിൻ്റെ പൈതലായിരിക്കണം. മറ്റൊന്നിലും ആശ്രയം വയ്ക്കരുത്. 118 സങ്കീർത്തനം പറയുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നവരോട് കർത്താവിൻ്റെ കൂടുണ്ട്, എന്നെ സഹായിക്കുന്നവരോടുകൂടെ കർത്താവിൻ്റെ കൂടുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതേ പ്രിയപ്പെട്ടവരെ, എന്തിലുപരിയായും നമ്മളെ സഹായിക്കുന്നവരോട് കൂടെ നമ്മളെ ഒരാൾക്ക് സഹായിക്കണമെന്ന് തോന്നണമെങ്കിൽ അത് കർത്താവ് അവരുടെ ഉള്ളത്തിൽ കൊടുത്തില്ലെങ്കിൽ അങ്ങനൊരു സഹായം നമുക്ക് ലഭിക്കുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. കാര്യം ഞാൻ എൻ്റെ അനുഭവസ്ഥയാണ്. പല മനുഷ്യരിലും നമുക്ക് ആശ്രയം വയ്ക്കും. നമ്മൾ ചിന്തിക്കും അവരെ നമുക്കങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളെ അങ്ങനെ കരുതും, അവർ നമ്മളോട് കൂടെ ഇരിക്കും, നമ്മൾ കൊടുത്ത സ്നേഹത്തിന് 100 ഇരട്ടി നമുക്ക് പ്രതിഫലം അവർ തരും, നമ്മളെ ചേർത്ത് പിടിക്കും. ഇല്ല, കർത്താവിൽ നിന്ന് ആശ്രയിച്ച് നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അതേ സ്ഥാനത്ത് മറ്റുള്ളവരെ ഒരുക്കും ദൈവം. നിന്നെ വിട്ടാര് പോയോ അതിലുപരിയായി, അതിൽ ശ്രേഷ്ഠമായി, അതിലും മഹത്വമുള്ള ഒരാളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. അനുഭവമാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, വമ്പന്മാർ, ഈ ലോകത്തിലെ ധനികന്മാർ, ശ്രേഷ്ഠന്മാർ, അവരിൽ ആശ്രയിക്കുന്നതിനേക്കാളും വലുത് യഹോവയിൽ ആശ്രയിക്കുന്നത്. അതെ, ഉലകത്തിൻ്റെ നാഥൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള അപ്പൻ നമുക്കെന്ത് വേണം, ഏത് സമയത്ത് എന്ത് വേണമെന്ന് മനസ്സിലാക്കിയത് നൽകുന്ന തമ്പുരാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, നഷ്ടപ്പെടുത്തി കളയല്ലേ, നാശമാക്കി കളയരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ ശാപത്തിന് വേണ്ടി, എൻ്റെ രോഗത്തിന് വേണ്ടി, എൻ്റെ ആത്മാവിന് വേണ്ടി വില കൊടുത്തിയ ഒരു ദൈവമുണ്ട്. ആ നാഥനാണ് കർത്താവായ യേശു ക്രിസ്തു. കാൽവറി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി, മുഴു ലോകത്തിൻ്റെ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി, എല്ലാ ആത്മാവിനും വേണ്ടി ബലിയാടായ ഒരുവനുണ്ട്. ആ നാഥൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി സഹിച്ച പാടുകൾ, പങ്കപ്പാടുകൾ, അതോർത്താൽ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇങ്ങനൊരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടം കൈ കൊണ്ട് വാങ്ങി വലം കൈ കൊണ്ട് ശിക്ഷിക്കുന്ന
വലം കൈ കൊണ്ട് വാങ്ങി ഇടം കൈ കൊണ്ട് ശിക്ഷിക്കുന്ന എണ്ണ, പണം, സ്വർണം ഇതെല്ലാം വാങ്ങി കൊടുക്കാതായാൽ ശിക്ഷിക്കുന്ന ഇതൊന്നും വേണ്ട. നിൻ്റെ ഒന്നും എൻ്റെ ദൈവത്തിന് വേണ്ട. എൻ്റെ ദൈവത്തിന് വേണ്ടത് ഒന്ന് മാത്രം. സഹോദരാ, നിൻ്റെ ഹൃദയം ആമേൻ, നിന്നെ മാത്രം മതി എൻ്റെ കർത്താവിന്. എൻ്റെ കർത്താവിന്, യേശു കർത്താവിന് വേണ്ടുന്നത് നിന്നെ മാത്രമാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് തമ്പുരാൻ ബലിയാടായത്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ഓരോ തുള്ളി രക്തവും നിൻ്റെ ജീവന് വേണ്ടി കൂടാണ്. മടുക്കാതെ മറക്കാതെ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലോക ഇമ്പത്തിൽ നിന്ന്, ലോക സ്നേഹത്തിൽ നിന്ന്, വെറിക്കൂത്തിൽ നിന്ന് മടങ്ങി വാ. നാശമാക്കാതെ നഷ്ടമാക്കാതെ മടങ്ങി വാ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നിത്യതയിൽ നിനക്കെത്താം. തമ്പുരാനോടുകൂടെ വാഴാം. ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഒരു ദൈവ പൈതലെന്നുള്ള പേര്, അതിന് നിനക്ക് യോഗ്യരാകാം. നിൻ്റെ ജീവൻ്റെ വില ഈ മുഴു ലോകത്തെക്കാളും വിലയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരാത്മാവിൻ്റെ വില, അതായത് ഒരു മനുഷ്യജീവൻ്റെ വില ഈ മുഴു ലോകത്തെക്കാളും വലുതാണ്. അതുകൊണ്ടാണ് മോഹിനി പറയുന്നത്, അല്ലെങ്കിൽ മോഹിനിയെപ്പോലുള്ള ദൈവഭക്തന്മാർ, ദൈവദാസന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ വിളിച്ചു പറയുന്ന, സഹോദരാ, ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുവാണ് രക്ഷകനെന്ന് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്, നാശമാക്കി കളയരുത്. മദ്യവെച്ച് വീട്ടിൽ ബഹളം, നാട്ടിൽ ബഹളം, ആമേൻ, എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്ത്, ആമേൻ, സമാധാനമില്ലാതെ, ഭാര്യയ്ക്ക് സമാധാനമില്ല, മക്കൾക്ക് സമാധാനമില്ല, ആമേൻ, നാട്ടുകാർക്ക് എല്ലാവർക്കും വെറുപ്പായി വിദ്വേഷമായി നിന്നെ, ആമേൻ, ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാറുണ്ടോ? നിന്നെ കാണുമ്പോഴേ ഓടി വിളിക്കുന്ന മനുഷ്യരില്ലേ? നിന്നെ കാണുമ്പോഴേ മാറിപ്പോകുന്ന മുഖങ്ങളില്ലേ? നിൻ്റെ ഭവനത്തിൽ കയറി വരുമ്പോഴേ നിന്നെ കാണുമ്പോഴേ നിൻ്റെ കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നില്ലേ? അവർക്ക് അവരുടെ പഠനം ശരിയാകുന്നുണ്ടോ? അവരുടെ ഭാവി നാളെ എന്താകുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇതുപേക്ഷിക്ക്. ഈ മദ്യം, മയക്കുമരുന്ന്, ബീഡി, സിഗരറ്റ്, കഞ്ചാവ്, ഇതെല്ലാം ലോകത്തിൻ്റെ ഇമ്പവും ലോകസ്നേഹവുമാണ്. നീ നശിക്കും. നിൻ്റെ ഹൃദയം നശിക്കും, നിൻ്റെ ശരീരം നശിക്കും, നിൻ്റെ മനസ്സ് നശിക്കും, നിൻ്റെ സമ്പത്ത് നശിക്കും, നിൻ്റെ കുടുംബം നശിക്കും. മടങ്ങി വാ കർത്താവിലേക്ക്, യേശുവിലേക്ക് കടന്നു വാ. യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, നിത്യതയിലെത്തിയാൽ ദൈവ പൈതലെന്നുള്ള പേരിനും കർത്താവിനോട് കൂടെയും വാഴാമെന്ന് സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. അത് മോഹിനി നിങ്ങളെ അറിയിക്കുന്നു. ഞാനും ഈ മാർഗത്തിലൊക്കെ നടന്നിട്ട് ഈ തമ്പുരാനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ എൻ്റെ കർത്താവ് എനിക്കും ഭാഗ്യം തന്നു. അതുകൊണ്ട് ആ ദൈവം ജീവിക്കുന്നു. നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പരിശുദ്ധ കർത്താവേ, സ്വർഗീയമേ, എന്നെ കേട്ട എല്ലാ ദൈവങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവകൃപ കൊണ്ട് പൊതിയണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.